കരീംപൂർ എന്ന ഗ്രാമത്തില് മേഘന എന്ന പേരുള്ള നല്ല ഭംഗിയുള്ള കുട്ടിയുണ്ടായിരുന്നു. മേഘനയ്ക്ക് അമ്മയും അച്ഛനുമില്ല. അവൾ അവളുടെ ഏട്ടനും ഏട്ടത്തിയോടൊപ്പം താമസിക്കുമായിരുന്നു. മേഘനയുടെ ഏട്ടന്റെ വിവാഹം 1 വർഷം മുമ്പെയാണ് നടന്നത്. 1 വർഷത്തിൽ തന്നെ മേഘനയും അവളുടെ ഏട്ടത്തിയും തമ്മില് ഒരു അമ്മയും മകളുടെ ബന്ധമായിരുന്നു. മേഘന, നാളെ നിനക്ക് പരീക്ഷയുള്ളതല്ലേ? പിന്നെന്തിനാ നീ ആട്ട കുഴയ്ക്കുന്നേ? ഞാൻ ആട്ട കുഴച്ചോളാം, നീ പോയി പഠിക്കാൻ നോക്ക്. ഏട്ടത്തി, ഞാൻ പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചു. അതുകൊണ്ട് എന്നും ചെയ്യുന്ന പോലെ എനിക്ക് ആട്ട കുഴയ്ക്കാൻ പറ്റും. നീ എല്ലാം പഠിച്ചു കഴിഞ്ഞുന്നുണ്ടെങ്കില് നീ ചെന്ന് വിശ്രമിക്ക്. പരീക്ഷാ സമയത്ത് നന്നായിട്ട് വിശ്രമിക്കുന്നതും ഒരു പ്രധാന കാര്യമാണ്. നിന്റെ പരീക്ഷ തീരുന്നത് വരെ വീട്ടിലെ ജോലിയെല്ലാം ഞാൻ ചെയ്തോളാം. എന്റെ ഏട്ടത്തി, നിങ്ങൾ ഒത്തിരി നല്ല ആളാ. ശരിയാ, ദേ നിന്നെ പോലെ തന്നെ. ഇവിടെ മേഘനയ്ക്ക് അവളുടെ ഏട്ടത്തി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. പക്ഷേ മേഘനയുടെ ഏട്ടനായ രാഘവന് രചനയെ ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. വിവാഹ സമയത്ത് സ്ത്രീധനം അധികം കൊടുക്കാത്തതിന് രാഘവന് രചനയോട് ഒരുപാട് ദേഷ്യമായിരുന്നു. രചന എത്ര പ്രാവശ്യം വിളിക്കണം? എന്റെ ഷൂസ് എവിടെ പോയി? അത് ഇവിടെ കാണാൻ വെച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ഇപ്പൊ തന്നെ എടുത്തു തരാം. എന്റെ ഷൂസ് നോക്കിയെടുക്കാമെന്ന് പറഞ്ഞാലെങ്ങനെയാ? നിന്റെ ചെരുപ്പൊക്കെ നീ നല്ല വൃത്തിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്റെ ഷൂസ് നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? നിങ്ങൾ ഇനി രാവിലെ തന്നെ വഴക്കിടാൻ നിക്കണ്ട. ഞാൻ നിങ്ങളുടെ ഷൂസ് കഴുകിയിട്ടതായിരുന്നല്ലോ. ടെറസിൽ ഉണക്കാണ്ടിട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിപ്പോ എടുത്തോണ്ട് വരാം. രചന ടെറസിന്ന് ഷൂസ് എടുത്തിട്ട് വരുന്ന സമയം കൊണ്ട് രാഘവ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. രചന നോക്കിയപ്പം അവളുടെ ചെരുപ്പ് മാത്രം കാണുന്നില്ല. എന്റെ ചെരുപ്പ് കാണുന്നില്ലല്ലോ. വെപ്രാളം കൊണ്ട് രചന വീട് മുഴുവനും അവളുടെ ചെരുപ്പ് അന്വേഷിച്ചു നടന്നു. ഏട്ടത്തി, ഏട്ടൻ ദേഷ്യത്തില് നിങ്ങളുടെ ചെരുപ്പ് എടുത്ത് എറിയുന്ന ഞാൻ കണ്ടല്ലോ. മേഘന, ആ ചെരുപ്പ് അന്വേഷിക്കാൻ എന്നെ ഒന്ന് സഹായിക്ക്. അത് സാധാരണ ചെരുപ്പല്ല, എനിക്ക് ആ ചെരുപ്പ് എങ്ങനെയെങ്കിലും വേണം. രചനയും മേഘനയും ചേർന്ന് വൈകുന്നേരം വരെ ആ ചെരുപ്പുകൾ അന്വേഷിച്ചു. പക്ഷേ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈകുന്നേരം രാഘവ് തിരിച്ചു വീട്ടിലെത്തിയപ്പം അവനോടൊപ്പം വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. ഇത് എന്റെ പുതിയ ഭാര്യയാണ്. പിന്നെ മേഘന, ഇത് എന്റെ പുതിയ ചേട്ടത്തി. രചന, ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഡിവോഴ്സിന്റെ പേപ്പേഴ്സ്. ഇതില് സൈൻ ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. രചനയ്ക്ക് രാഘവിന്റെ വീട് വിടേണ്ടി വന്നു. മേഘനയുടെ പുതിയ ഏട്ടത്തി അവരോടൊപ്പം ഒരുപാട് പണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്നേഹം എന്നൊരു സമ്പത്ത് അവർക്കൊട്ടും തന്നെ ഇല്ല. പുതിയ ഏട്ടത്തി ഉണ്ടാക്കിയ ആഹാരം മുഴുവനും കഴിക്കും, ഇല്ലെങ്കിൽ ഭർത്താവിന് കഴിക്കാൻ കൊടുക്കും. പക്ഷെ മേഘനയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒന്നും വെക്കാറില്ല. ദിവസം മുഴുവനും പഠിച്ചെഴുന്നേൽക്കുമ്പോ മേഘനയ്ക്ക് നല്ല ക്ഷീണം കാണും. അവളെ കൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയാറില്ല. എന്തെങ്കിലും ആഹാരം ബാക്കിയുണ്ടെങ്കിൽ അവൾ അത് കഴിക്കും, ഇല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ കിടക്കും. ഒരു ദിവസം മേഘനയ്ക്ക് എഴുന്നേൽക്കാൻ സമയം വൈകി. അന്ന് പരീക്ഷയുള്ള ദിവസമായിരുന്നു. മേഘന പെട്ടെന്ന് തയ്യാറായി. പക്ഷേ ഇട്ടുകൊണ്ടു പോവാൻ ചെരുപ്പുകൾ കാണുന്നില്ല. എന്റെ ചെരുപ്പ് കാണുന്നില്ലല്ലോ. ഏട്ടത്തി, ഒന്ന് വാതില് തുറന്നേ. എന്റെ ചെരുപ്പ് നിങ്ങളുടെ മുറിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. മേഘന ഒരുപാട് നേരം ഒച്ചയിട്ടു. പക്ഷെ ഏട്ടത്തി മുറിയിലെ വാതില് തുറന്നില്ല. എന്റെ ദൈവമേ, ഞാൻ ഇനി എന്തു ചെയ്യും? പരീക്ഷ തുടങ്ങാൻ ഇനി 5 മിനിറ്റ് മാത്രം ബാക്കിയുണ്ട്. മേഘന ചെരുപ്പിടാതെ വെറും കാലോടെ സ്കൂളിലേക്ക് ഓടി. വഴിയില് ഒരു ഭാഗത്ത് അവര് റോഡ് ഇടുന്നുണ്ടായിരുന്നു. റോഡില് മുറിഞ്ഞ ഇഷ്ടിക കിടപ്പുണ്ടായിരുന്നു. മേഘന ഒന്നും നോക്കാതെ അതിൽ കൂടെ നടന്നു. അവളുടെ കാലുകൾക്ക് ശരിക്കും പരിക്കേറ്റു. ചോരയിൽ മുങ്ങിയ പരിക്കേറ്റ കാലുകളുമായിട്ട് മേഘന തിരിച്ചു വരാൻ നേരത്ത് അവളുടെ സ്കൂളിലെ ഒരു ടീച്ചർ ബൈസൈക്കിളിൽ അവളെ വീട് വരെ കൊണ്ടുവന്നെത്തിച്ചു. മേഘന അവളുടെ കാലയെ നോക്കി കരയുന്നുണ്ടായിരുന്നു. രചന ഏട്ടത്തി, എന്നെ വിട്ടിട്ട് നിങ്ങൾ എവിടാ പോയത്? നിങ്ങളില്ലാതെ ഞാനിപ്പോ ഒരു അനാഥയാണ്. അപ്പോഴാണ് മേഘനയുടെ വീടിന്റെ റൂഫിന്ന് അവളുടെ ദേഹത്ത് ഒരു ചെരുപ്പ് വീഴുന്നത്. അല്ല, ഇത് രചനയേട്ടത്തിന്റെ ചെരുപ്പുകളല്ലേ? അന്ന് നമ്മള് ഒരുപാട് അന്വേഷിച്ചു. മേഘന മേളിൽ കയറി മറ്റേ ചെരുപ്പും കൂടെ അവിടുന്ന് എടുത്തു. മേഘന ആ ചെരുപ്പുകൾ ഇട്ടു നോക്കി. കാലിൽ പരിക്കുള്ളത് കൊണ്ട് അവൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും അവൾ ആ ചെരുപ്പ് അവളുടെ കാലിലിട്ടു. ചെരുപ്പ് കാലിൽ ഇട്ടപ്പോ തന്നെ കാലിൽ നല്ല സുഖം തോന്നി. അവളുടെ കാലിലുള്ള പരിക്കുകൾ മാറിയതുപോലെ. മേഘന ചെരുപ്പുകൾ ഊരി നോക്കി. അവളുടെ കാലിലുള്ള പരിക്കുകളെല്ലാം ഇപ്പൊ മാറിക്കിട്ടി. മേഘനയുടെ പുതിയ ഏട്ടത്തി ഇതെല്ലാം കണ്ടു. അപ്പോ അങ്ങനാണോ? ഇവൾക്ക് അത്ഭുതമുള്ള ചെരുപ്പ് കാട്ടൊന്ന് കിട്ടിയല്ലോ. ഒരു പ്രശ്നവുമില്ല, ഇതിനെ ഞാൻ വെട്ടി മുറിച്ച് പുറത്ത് കളയുന്നുണ്ട്.
മേഘന കുളിക്കാൻ കേറിയപ്പം ആ സമയം കൊണ്ട് പുതിയ ഏട്ടത്തി അവളുടെ മുറിയിലെത്തി. ഈ ചെരുപ്പുകൾ കാണാൻ എന്ത് ഭംഗിയുണ്ട്. ഇതിനെ തകർക്കുന്നതിന് മുമ്പേ ഇതൊന്ന് ഇട്ടു നോക്കിയാലോ? പുതിയ ഏട്ടത്തി ചെരുപ്പിട്ട് നോക്കിയപ്പം അവളുടെ കാലെ മുഴുവനും പരിക്കേറ്റു. ഇതെന്തായി സംഭവിച്ചത്? അയ്യോ, എന്നെ കൊന്നേ, എന്നെ കൊന്നു. അയ്യോ, ആരെങ്കിലും ഒന്ന് സഹായിക്കും. എന്റെ കാലിൽ ഇത്രയും പരിക്ക് എവിടെ നയിച്ചത്? ഓ, രാഘവ് അയാളുടെ ഭാര്യയെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. നീ പേടിക്കണ്ട മേഘന, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ നിന്നെ ഞാൻ ശരിക്കും തല്ലുന്നുണ്ട്. മേഘന ആ അത്ഭുത ചെരുപ്പിട്ടിട്ട് അതിനോട് പറഞ്ഞു, അത്ഭുതമുള്ള ചെരുപ്പെ, എന്നെ രചന ഏട്ടത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കൂ. കണ്ണടച്ച് തുറക്കുമ്പോ മേഘന രചനയുടെ അരികിലെത്തി. രണ്ടുപേർക്കും പരസ്പരം കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. മേഘന രചനയുടെ വീട്ടിലെ അവസ്ഥയും ഈ അത്ഭുതമുള്ള ചെരുപ്പിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത്ഭുതമുള്ള ഈ ചെരുപ്പുകൾ എനിക്ക് തന്നത് ഒരു സിദ്ധനായിരുന്നു. ഇനിയും നിനക്ക് നിന്റെ പുതിയ ഏട്ടത്തിയെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഇന്നു തൊട്ട് നിനക്ക് എന്നോടൊപ്പം ഇവിടെ ജീവിക്കാം. മേഘന അവളുടെ പഴയ ഏട്ടത്തിയോടൊപ്പം സുഖമായിട്ട്